ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതേ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ അലമാര ദേ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുറേ ദിവസമായി, 2 ആഴ്ച കൂടുതലാകും കേട്ടോ ഞങ്ങൾ അലമാര ഓർഡർ ചെയ്തിട്ട്. ഐറ്റം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ ദയനീയമായതുകൊണ്ട് ഈ ഒരു കുഞ്ഞു വണ്ടി മുകളിലേക്ക് കയറാൻ വലിയ ബുദ്ധിമുട്ടാട്ടോ. റോഡ് ഫുൾ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയല്ലേ, അപ്പോൾ മണ്ണിൽ അത് പൊതഞ്ഞു പോവും അതിൻ്റെ വീല്. അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാറ്റി 2 ആഴ്ചയോളമായി. ഇനിയും നീട്ടി വെച്ചാൽ എനിക്ക് പറ്റത്തില്ല കേട്ടോ. തുണികളെല്ലാം വാരിക്കൂട്ടി ഇട്ടിരിക്കുകയാണ്. അങ്ങനെ അതിനു വേണ്ടി തുണികളുണ്ടോയെന്ന് ചോദിച്ചാൽ അതിനു വേണ്ടി തുണികളില്ല. എന്നാൽ തുണി വയ്ക്കാനുള്ള സ്ഥലവും ഇല്ല കേട്ടോ. അതുകൊണ്ട് 2 അലമാര ഞാൻ ഓർഡർ ചെയ്തു. ഒന്ന് നമുക്കും ഒന്ന് വേദയ്ക്കും ഞാൻ ഓർഡർ ചെയ്തു. നമ്മുടെ റൂമിൽ ഓൾറെഡി അലമാര ഉണ്ട്, വേദയുടെ റൂമിൽ ഓൾറെഡി അലമാര ഉണ്ട്. ഫിക്സഡ് ആട്ടോ, നമ്മൾ വീട് വെച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചെയ്തതാണ്. പക്ഷെ അതിൽ കൊള്ളുന്നില്ല. വേദയ്ക്ക് ഇപ്പോൾ അത്യാവശ്യമില്ല, എങ്കിലും പിന്നീട് ഒരിക്കലും ചിലപ്പോൾ വാങ്ങിക്കൽ നടക്കത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ കൂട്ടത്താകുമ്പോൾ അങ്ങ് നടക്കും. അങ്ങനെ 2 എണ്ണം ഞാൻ ഒരുമിച്ച് മേടിച്ചായിരുന്നു. ചാലയിലുള്ള ഗ്രാൻഡ് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫർണിച്ചർ ഷോപ്പിൽ നിന്നാണ് ഞാൻ അലമാര ഓർഡർ ചെയ്തത്. അത് ഞാൻ ഓർഡർ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഞാൻ നമ്മുടെ വസ്ത്രയ്ക്ക് വേണ്ടിയിട്ട് 2-3 റാക്ക് വാങ്ങാൻ പോയി. അവിടെ ഉമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഒരു പെരുമാറ്റം കൊണ്ടാണ് ഞാൻ വീണ്ടും അവിടെ പോയി ഈ ഒരു അലമാര വാങ്ങിയത്. വേറെ എങ്ങും ഇവിടെ ഇത് കിട്ടില്ലേന്ന് ചോദിച്ചാൽ കിട്ടും, പക്ഷെ അവിടെ തന്നെ ഞാൻ പോയി വാങ്ങിയതിൻ്റെ കാര്യം അവർ നമ്മളോടുള്ള ഒരു പെരുമാറ്റം കണ്ടിട്ടാണ് വീണ്ടും അവിടെ പോകണമെന്ന് തോന്നിയതും വാങ്ങിയതും. അതുപോലെ ഈ അലമാരയ്ക്ക് ഞാൻ ഒരു മിറർ, 2 അലമാരയ്ക്കും മിറർ, നല്ല നീളമുള്ള മിറർ എനിക്ക് കസ്റ്റമൈസ് ചെയ്ത് തരണമെന്ന് പറഞ്ഞായിരുന്നു. അവർ ചെയ്ത് തരുകയും ചെയ്തു കേട്ടോ. ഇത്രയും മിററിന് നീളം ഉണ്ടായിരുന്നില്ല, പകുതി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് മിററിൻ്റെ ആവശ്യം, വലിയൊരു മിററിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ ഞാൻ വാങ്ങാനായിട്ടിരുന്നതാണ് സെപ്പറേറ്റ് മിറർ. അപ്പോൾ ഈ അലമാര വാങ്ങാൻ പോയപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നല്ല കാര്യമല്ലേ. അതുകൊണ്ട് അതിന് സെപ്പറേറ്റ് നമ്മൾ ക്യാഷൊക്കെ കൊടുക്കണം കേട്ടോ, അത് വേറെ കാര്യം. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പറഞ്ഞ രീതിയിൽ ആ ചേട്ടൻ എനിക്കൊരു മിററൊക്കെ 2 അലമാരയിലും ചെയ്ത് തന്നു. കാരണം നമ്മളൊരു എവിടെയെങ്കിലുമൊക്കെ പോകാൻ, ഫംഗ്ഷനോ കാര്യങ്ങൾക്കൊക്കെ പോകാൻ, ഇപ്പോൾ സാരിയൊക്കെ കൊടുത്താൽ ഒന്ന് ഫുൾ ഫിഗർ കാണണമെങ്കിൽ കുറച്ച് പാടാണ്. വീട്ടിലുള്ള മിറേഴ്സ് എല്ലാം അത്രയും നീളമില്ല, എങ്കിലും കാണാമെങ്കിലും നമുക്കിങ്ങനെ അടുത്ത് നിന്ന് കാണുമ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടില്ല. ഒരു ഫുൾ ഫിഗർ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ വലിയ മിറർ തന്നെ വേണം. ഞാൻ വേറെ ഒരെണ്ണം ഫുൾ ഫിഗറിൻ്റെ ഒരെണ്ണം വാങ്ങാം, സെപ്പറേറ്റ് അല്ലാണ്ട് സ്റ്റാൻഡ് പോലെ വയ്ക്കില്ലേ, അതുപോലത്തത് വാങ്ങാമെന്ന് കരുതിയതാണ്. പക്ഷേ ഇതിൽ അലമാരയിൽ ചെയ്ത് തന്നപ്പോൾ ഓക്കെ ചെയ്ത് തരാമെന്ന് പറയുമ്പോൾ ഓക്കെ അത് മതിയെന്ന് കരുതി. അങ്ങനെ ഇതേ അലമാര ഉള്ളിലേക്ക് കയറ്റുകയാണ് അവർ. സിമ്പിളായിട്ട് ഇത് ഫുൾ അങ്ങ് മുകളിൽ കയറ്റാൻ നോക്കിയായിരുന്നു, പക്ഷെ പറ്റുന്നില്ല കേട്ടോ. നമ്മുടെ സ്റ്റെപ്പ് ഇങ്ങനെ വളങ്ങി ചിരങ്ങി തിരിഞ്ഞൊക്കെ കിടക്കുന്നത് കൊണ്ട് അങ്ങനെ സിമ്പിളായിട്ട് കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ചോദിച്ചു ഡോറ് സെപ്പറേറ്റ് ആക്കിയിട്ട് കയറ്റിട്ട്, ചിലപ്പോൾ നമ്മളിങ്ങനെ കയറ്റുമ്പോൾ എവിടെയെങ്കിലും തട്ടുക മുട്ടുക ചെയ്ത് ചിലപ്പോൾ മിററൊക്കെ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് കെയർലെസ് ആയിട്ട് കയറ്റാൻ പറ്റില്ല, അത്രയും കെയർ ചെയ്ത് കയറ്റണം. അത്രയും നമ്മൾ ശ്രദ്ധിച്ച് കയറ്റുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടോ കയറ്റാനായിട്ട്. അപ്പോൾ അവർ ചോദിച്ചു ഡോറ് സെപ്പറേറ്റ് ചെയ്തിട്ട് കയറ്റട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യെസ്, അങ്ങനെ കയറ്റിയാൽ മതി. കാരണം നമ്മൾ ഒരാവശ്യത്തിനല്ലേ സാധനം വാങ്ങിയത്. അത് മുകളിലത്തെ നിലയിലാണ് 2 അലമാരയും വയ്ക്കേണ്ടത്. മുകളിലെത്തുമ്പോൾ സാധനം ഡാമേജ് ആയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവർ ആ സ്ക്രൂ ഒക്കെ റിമൂവ് ചെയ്യുന്ന മെഷീനൊക്കെ കൊണ്ടാണ് വന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞെങ്കിൽ ഓക്കെ, നിങ്ങൾക്കത് ഇളക്കിയാൽ ഫിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ, നീറ്റായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ ഇളക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇളക്കുകയാണ്. ഇപ്പോൾ എന്തൊക്കെ സംവിധാനം നോക്കി, സ്ക്രൂ വരെ റിമൂവ് ചെയ്യാൻ മെഷീൻ ഇപ്പോഴെല്ലാം കുറേ നാളായിട്ടുണ്ട്. എങ്കിലും ഞാൻ പറയുക കേട്ടോ, മറ്റത് നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഇട്ട് ആണി അടിച്ച് തിരുക്കി കയറ്റണം, അതുപോലെ തിരുക്കി ഇളക്കണം. പക്ഷേ ഇപ്പം നോക്കിക്കേ, ഒന്നും വേണ്ട, ഒരു മെഷീൻ അങ്ങോട്ട് വയ്ക്കുക, ഡ്രില്ല് ചെയ്ത് കയറ്റുക, അല്ലെങ്കിൽ ഡ്രില്ല് ചെയ്തത് തിരിച്ച് റിമൂവ് ചെയ്യുക, അത്രയുള്ള സംഭവം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ 3 ഡോർ അലമാരയാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓരോ ഡോറും പൊളിച്ച് മുകളിൽ റൂമിൽ വെച്ചിട്ട് അലമാര മാത്രമായിട്ട് കൊണ്ട് കയറ്റാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഉമ്മ എന്നെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റെപ്പ് കയറ്റാനൊക്കെ പറ്റത്തില്ല, ഇത് റിമൂവ് ചെയ്ത് കൊണ്ടുവരണം, അവിടെ വന്നിട്ട് ഫിക്സ് ചെയ്താൽ മതിയോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല വേറെ കുഴപ്പമൊന്നുമില്ല, നമ്മളിങ്ങനെ വലിയ അലമാരയൊന്നും കയറ്റിയിട്ടില്ലല്ലോ, നമുക്ക് ഓൾറെഡി റൂമിലിരിക്കുന്നത് ഫിക്സ് ചെയ്ത അലമാരയാണ്, പിന്നെ ബെഡും കാര്യങ്ങളൊക്കെ അല്ലാതെ തന്നെയാണ് കയറ്റിയത്. ഞാൻ പറഞ്ഞു അത്രയും ബുദ്ധിമുട്ട് വരത്തില്ല, കുഴപ്പമില്ല കൊണ്ടുവന്നോളൂ എന്ന് പറയാം. അങ്ങനെയാണ് അവർ സെപ്പറേറ്റ് ചെയ്യാണ്ട് അങ്ങനെ തന്നെ കൊണ്ടുവന്നത്. പക്ഷേ വേണമെങ്കിൽ കയറ്റാം കേട്ടോ. ഈ പറഞ്ഞതുപോലെ ഈ മിററൊക്കെ തട്ടിയാൽ പൊട്ടിപ്പോയാൽ പിന്നെ പണിയാണ്. നമുക്ക് അവരോടൊട്ടൊന്നും പറയാനും പറ്റത്തില്ല, അവർക്കൊന്നും ചെയ്ത് തരാനും പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഓക്കെ റിമൂവ് ചെയ്ത് കയറ്റാമെന്ന് കരുതിയത്. മിറർ കണ്ടോ, ആ ഒരു ഡോർ ഫുള്ള് മിറർ നിൽപ്പുണ്ടായിട്ട് എനിക്ക് സന്തോഷമായി. എനിക്ക് അതിലൊരു ഇതുണ്ടായിരുന്നു, ഒരു വലിയൊരു മിറർ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് ആ ഒരു കാര്യം നടന്നത്. എന്തായാലും
അത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തായത് കൊണ്ട് അത് നടന്നു കേട്ടോ. പിന്നീട് ഞാൻ ഈ മിറർ വാങ്ങാൻ എത്ര നാളായിട്ട് കരുതാമെന്നറിയോ. അയ്യോ, പക്ഷേ നാളെ വാങ്ങാം, മറ്റന്നാൾ വാങ്ങാം എന്ന് പറയാൻ അങ്ങ് നീട്ടി നീട്ടി പോകും കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തായത് കൊണ്ട് നടന്നു. വാങ്ങും എന്നെങ്കിലും എപ്പോഴെങ്കിലും സമയവും സന്ദർഭവും സൗകര്യമൊക്കെ ഒക്കുമ്പോഴായിരിക്കും വാങ്ങുന്നത്. അതുകൊണ്ട് ആ സൗകര്യവും സന്ദർഭവും സമയമൊക്കെ ഒത്തത് ഇപ്പോഴാണ്. അതുകൊണ്ട് ഈ അലമാരയുടെ കൂടെ അങ്ങ് നടക്കുകയും ചെയ്തു കേട്ടോ. ഞാൻ ഒരെണ്ണേ വാങ്ങണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ, മീൻസ് മിറർ. ഇപ്പോൾ 2 ആയില്ലേ, വേദയുടെ അലമാരയിലും മിററായില്ലേ. വേദയ്ക്ക് ഇപ്പോൾ ആക്ച്വലി അലമാരയുടെ അത്യാവശ്യമൊന്നുമില്ല. ഞാൻ വാങ്ങിയത് കൊണ്ട് അതിൻ്റെ കൂട്ടത്ത് വാങ്ങിയെന്നേ ഉള്ളൂ. ഇതിൽ കുറേ ഇങ്ങനെ റോസ് ഉള്ളതാണ് ഞാൻ വാങ്ങിയത്. കാരണം ഇങ്ങനെ കുറേ ഏറെ ഉണ്ടാകുമ്പോൾ നമുക്ക് തുണികൾ കറക്റ്റ് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് അടുക്കി വെക്കാം. ഇതിൽ ഒരു റോ മാത്രം വലുതായിട്ട് കിടപ്പുണ്ട്. അതിങ്ങനെ ഹാങ് ചെയ്യാനൊക്കെ ഉള്ളതാട്ടോ. അതുപോലത്തെ റോ ഉള്ളതും ഉണ്ടായിരുന്നു. പക്ഷെ അത് വാങ്ങിയാൽ കുറേയേറെ തുണി മടക്കി വയ്ക്കുമ്പോൾ കുറച്ചേറെ തുണികൾ അതിൽ കൊള്ളും. പക്ഷെ മടക്കി വയ്ക്കുമ്പോൾ ഇങ്ങനെ ചരിഞ്ഞ് താഴെ വീഴും. കുറച്ച് തുണികളെ അത് കറക്റ്റ് ഇങ്ങനെ വയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇതാകുമ്പോൾ ഉള്ള തുണികൾ കറക്റ്റ് വയ്ക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് കുറച്ച് റോസ് കൂടുതലുള്ള അലമാര നോക്കിയാണ് വാങ്ങിയത്. ഇതിൻ്റെ തന്നെ വുഡിൻ്റെ കളറും ഉണ്ടായിരുന്നു. ഇതും വുഡിൻ്റെ കളർ തന്നെയാണ്. ബ്ലാക്ക് കളറും മറ്റേത് ഒരു സാധാ വുഡിൻ്റെ കളറും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബ്ലാക്ക് കളർ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഡോർ മീൻസ് എല്ലാം റിമൂവ് ചെയ്തിട്ട് കയറ്റാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും കയറ്റാൻ ബുദ്ധിമുട്ട് കേട്ടോ. ആക്ച്വലി ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് കയറ്റാം. ഇത് ഒരു സൈഡിൽ 2 പേരും ഒരു സൈഡിൽ ഒരാളുമാണ് കേട്ടോ. അപ്പോൾ കയറ്റാൻ കുറച്ച് പാടുണ്ട്. ഏട്ടന് പിടിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഏട്ടന് ഹെർണിയുടെ സർജറി കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഒരു 3 months റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ റെസ്റ്റ് കഴിയാതെ വെയിറ്റ് ഒന്നും എടുക്കരുത്, 2 വീലർ പോലും എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏട്ടനൊന്നും പിടിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് ഏട്ടനും ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു, ബാക്കിലുള്ള ഒരു ഷീറ്റ് കൂടെ റിമൂവ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ റിമൂവ് ചെയ്താലല്ലേ നമുക്ക് മുകളിൽ കയറ്റാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് അല്ലാതെ കയറ്റാൻ പറ്റുമെങ്കിൽ കയറ്റാം. ഇപ്പോൾ റിമൂവ് ചെയ്താലേ കയറ്റാൻ പറ്റത്തുള്ളൂ എങ്കിൽ അങ്ങനെ റിമൂവ് ചെയ്യൂ, എനിക്ക് നീറ്റായിട്ട് ഫിക്സ് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഫിക്സ് ചെയ്യുന്നതിൽ പ്രോബ്ലം ഇല്ല, കാരണം സംഭവമൊക്കെ കയ്യിലുള്ളത് കൊണ്ട് ഫിക്സ് ചെയ്ത് തരാം. അല്ലാതെ കയറ്റാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ ഞാൻ റിമൂവ് ചെയ്തു. ഞാനും ഉമ്മ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മുകളിലത്തെ നിലയിലാണ് 2 അലമാര എത്തിക്കേണ്ടത്. അപ്പോൾ അതിനുള്ള ആളും സജീവമാക്കിയായിരിക്കണം വരുന്നത്. ഇവിടെ ഏട്ടനെ പിടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഉമ്മ 2 പേരെ കൂടെ വിട്ടത്. പക്ഷേ സ്ട്രെയിറ്റ് സ്റ്റെയർ കേസ് ആയിരുന്നുവെങ്കിൽ ഈസി ആയിട്ട് കയറിയാൽ, അതിങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് കിടക്കുന്നതായതുകൊണ്ട് അവർക്ക് കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ട്, അതിലൊക്കെ കയറി മുട്ടും. അപ്പോൾ അത് കുറച്ച് ആയിപ്പോയി അവർക്ക് കയറ്റാനായിട്ട്. കുറച്ച് സമയം നിന്ന് കേട്ടോ. പാവം അവർ വലിച്ചിളക്കി. പിന്നെ അതിനെ മുകളിൽ കൊണ്ടുവന്ന് 2 അലമാരയും ഫിക്സ് ചെയ്തു. അങ്ങനെ കുറച്ച് പാട് കിട്ടു. പക്ഷെ നമ്മുടെ റോഡ് കയറാൻ വലുതായിട്ട് ബുദ്ധിമുട്ടില്ല കേട്ടോ. താഴെ ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ചെങ്കിലും ഒന്നുകൂടെ നല്ല ആക്സിലേറ്ററൊക്കെ കൊടുത്തപ്പോൾ വണ്ടി സ്മൂത്തായിട്ട് ഇങ്ങനെ കയറി വന്നു. എനിക്ക് ആ റോഡിൻ്റെ കാര്യമായിരുന്നു ഇഷ്യൂ, പക്ഷേ അതിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ അലമാര എടുത്ത് മുകളിൽ കയറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അലമാരയൊക്കെ വേണമെങ്കിൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് താഴെ മെൻഷൻ ചെയ്തേക്കാം. അവരെ വിളിച്ച് ചോദിച്ചാൽ മതി. ഞാൻ എന്തെങ്കിലും സംഭവമൊക്കെ ഇടുമ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, അതിൻ്റെ വില എത്രയായത്, എവിടെ നിന്നായ, എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അത് എന്നോട് ചോദിക്കുന്നതിനെക്കാട്ടി ഞാൻ എപ്പോഴും എന്ത് സാധനം വാങ്ങിയാലും അവരുടെ ഡീറ്റെയിൽസ് താഴെ മെൻഷൻ ചെയ്തേക്കും. അവരോട് ചോദിക്കുന്നതല്ലേ കുറച്ചുകൂടെ ഭേദം. അപ്പോൾ അവർ നീറ്റായിട്ടും ഡീറ്റെയിൽ ആയിട്ടും കാര്യങ്ങൾ പറയുമല്ലോ. എന്നോട് ചോദിച്ചാൽ ഒരു 100 പേര് എന്നോട് ചോദിക്കുക എവിടെ നിന്നായി, ഏതാ, എത്ര രൂപയായി. അപ്പോൾ ഞാൻ ഈ ഓരോരുത്തർക്കും മെസ്സേജ് ചെയ്യുന്നതിലും ഭേദം എനിക്ക് മെസ്സേജ് ഇടുന്ന നേരം നിങ്ങൾക്ക് അവരെ വിളിച്ച് ഡയറക്റ്റ് ചോദിച്ചാൽ അവർ കറക്റ്റ് എമൗണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യവും ചോദിക്കാം. എന്നോട് എത്ര രൂപയായി, ഇത് എവിടെ നിന്നായി, ഏതാന്നൊക്കെ ചോദിക്കുന്നതിന് പകരം അവരെ വിളിക്കൂ. ആ സമയം അവരോട് സംസാരിക്കൂ, അവർ കറക്റ്റ് പറഞ്ഞു തരുന്നതായിരിക്കേ. ചാലയിലുള്ള ഗ്രാൻഡ് ഫർണിച്ചറാണ്. ഉറപ്പായിട്ടും അവരുടെ ഒരു പെരുമാറ്റം, അവരുടെ ഒരു സർവീസ് എല്ലാം നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ, 2 ആഴ്ച കൊണ്ട് ഞാൻ ഈ സാധനം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ബ്ലോക്ക് ചെയ്ത് മീൻസ് ബുക്ക് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ അവർ ചെയ്ത് കൊണ്ടുതരാമെന്ന് പറഞ്ഞു. പക്ഷേ നെക്സ്റ്റ് ഡേ ചെയ്യാൻ കൊണ്ടുവരുന്ന ദിവസം നമ്മുടെ റോഡ് പൊളിച്ചിട്ടുള്ളത് കൊണ്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോഴവരിങ്ങനെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇന്നലെ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ ചെയ്ത് വെച്ചിരുന്ന പീസ് എത്ര ദിവസം അവർ വെച്ചിരിക്കും, അവർ വേറൊരാൾക്ക് കൊടുത്തു. അടുത്ത ദിവസം തന്നെ എത്തിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ ഈ സാധനം എത്തിച്ച് തന്നിട്ടുണ്ട്. അതുപോലെ ഉമ്മ എന്നെ ഓരോ ദിവസവും വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവിടുത്തെ റോഡ് എങ്ങനെയായി, കൊടുത്തു വിടട്ടെ, ശരിയായോ, കുഴപ്പമില്ല, നമുക്ക് വച്ചിരിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾ പറയുന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ അന്ന് സാധനം ഉണ്ടെങ്കിൽ അന്ന് തന്നെ എത്തിച്ച് തരും, അതിലൊന്നും ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മ എന്നെ എന്നും വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇതുള്ളപ്പോൾ നമ്മൾ ആ ഒരു ഷോപ്പിന് മാക്സിമം ഞാൻ സത്യം പറഞ്ഞാൽ ഒരു പ്രൊമോട്ട് ചെയ്യാം കേട്ടോ. അത്രയും നല്ല പെരുമാറ്റമാണ് അവർ നമ്മളോട് കാണിക്കുന്നത്.
ഞാനാണേലേ കിച്ചണിൽ 100 കൂട്ടം പണി കിടക്കുകയാണ്. വസ്ത്രയുടെ ഓർഡേഴ്സ് അതിനിടയ്ക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അലമാരയും ബഹളമായിട്ട് ഒരു മേളമായിട്ട് നിൽക്കുക കേട്ടോ. 10-11 മണിയായി. കിച്ചണിൽ ജോലിയെല്ലാം കഴിഞ്ഞു. പിന്നെ ക്ലീനിങ് ഉണ്ട്. ഞാൻ നമ്മുടെ റോബോട്ടിന് ഒരു പ്രാവശ്യം മുകളിൽ വിട്ടായിരുന്നു. വിട്ടിട്ട് ഇവരിതെല്ലാം കൊണ്ട് കയറിയപ്പോൾ പുറമേയുള്ള ചെളിയും എല്ലാം അവർ അലമാര എടുക്കുന്നു, വയ്ക്കുന്നു, ചവിട്ടി കയറുന്നു. വീണ്ടും സെയിം അലമാര അഴിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ പൊടികളൊക്കെ വീണു കേട്ടോ. ഒന്നുകൂടി ഇനി റോബോട്ടിനെ വിടണം. അവിടെ ഒന്നുകൂടെ അടിച്ചൊക്കെ വാരണം. ഇനി തുണികളെല്ലാം അടുക്കി പെറുക്കി അലമാരയ്ക്കകത്ത് വെക്കണ്ടേ. എൻ്റെ അമ്മ, ഇതൊക്കെ ഞാൻ തന്നെ വേണ്ടേ ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് നിൽക്കുകയാണേ. എൻ്റെ കൂട്ടത്ത് വസ്ത്രയുടെ പുറകെ നടക്കണം. അതാണിപ്പോൾ എനിക്ക് ഏറ്റവും ഒരു ഭയങ്കര ഒരു ജോലി അതാണ് കേട്ടോ. എനിക്ക് അതിനാണ് ഇപ്പോൾ ഒട്ടും ടൈം കിട്ടാത്തത്. ഞാനിപ്പോൾ ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങുമ്പോൾ ഇത്രയേറെ നമ്മൾ എൻഗേജ്ഡ് ആവുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. 10, 11, 12 രാത്രി 1, 2, 3, 4 മണി ഇപ്പം പുറത്തോട്ടൊക്കെ ഉള്ള ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഗൾഫ് കൺട്രീസിൽ നിന്നും അമേരിക്ക, കാനഡ എന്നൊക്കെ ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട്. ഒരുപാട് പേര് അബ്രോഡ് എത്തിക്കാവോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് ഇടുന്നത്. പക്ഷേ നമുക്ക് അതിനുള്ളൊരു ഇത് തൽക്കാലം വന്നിട്ടില്ല. കാരണം നമ്മളെ പ്രോഡക്റ്റിനെ കാട്ടിയിട്ടും കൊറിയർ ചാർജ് ആകുന്നുണ്ട് നമ്മൾ അബ്രോഡ് സെൻഡ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിപ്പോൾ ഞാൻ ഇതിൻ്റെ പരിപാടികളിലാണ്. ഞാൻ 1-2 പേരുമായിട്ട് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നമുക്ക് കൂടുതലും ഓർഡേഴ്സ് വരുന്നത് അബ്രോഡാട്ടോ. അപ്പോൾ അവർ തന്നെ ചിലർ നാട്ടിൽ എത്തിച്ചു കൊടുക്കാനായിട്ടുള്ളത് പറഞ്ഞ് വിളിക്കാറുണ്ട്. അപ്പോൾ അവരുടെ ടൈമും നമ്മുടെ ടൈമും ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഈ രാത്രിയൊക്കെ ആയിരിക്കും ഒരുപാട് മെസ്സേജസും കാര്യവും വരുന്നത്. അപ്പോൾ നമ്മൾ അപ്പം തന്നെ മാക്സിമം റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം നമുക്കിവിടെ രാവിലെ ആകുമ്പോൾ അവർക്കവിടെ രാത്രിയായിരിക്കും, അവർക്ക് രാവിലെ ആകുമ്പോൾ നമുക്കിവിടെ രാത്രിയായിരിക്കും. അപ്പം നമ്മുടെ കസ്റ്റമേഴ്സാണ് നമ്മൾ അവരുടെ സമയത്തിന് വേണ്ടി ഇരിക്കാനായിട്ട്, അല്ലാതെ നമ്മുടെ സമയത്തിനല്ല അവരിരിക്കേണ്ടത്. അതുകൊണ്ട് എപ്പോഴും അവർ വിളിക്കുന്ന സമയങ്ങളിലെല്ലാം മാക്സിമം നമ്മൾ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉറക്കവും ഇല്ല, ഒന്നുമില്ല, ഒന്നിനുമുള്ള സമയം സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല കേട്ടോ. പിന്നെ എപ്പോഴും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് ഞാനിടുന്ന വീഡിയോസ് അനുസരിച്ചിട്ടാണ്. ഞാൻ ഓരോ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിക്കുമ്പോഴാണ് അതനുസരിച്ചാണ് ഓർഡേഴ്സ് വരുന്നത്. ഇപ്പം നിറയെ വീഡിയോസ് ഞാൻ കാണിച്ചത് കൊണ്ട് ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ കുറേ പീസസ് നമ്മൾ ലിമിറ്റഡ് പീസസ് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ കേട്ടോ. ഒരുപാട് ബൾക്കായിട്ട് എടുത്ത് വയ്ക്കില്ല. ബൾക്കായിട്ട് 1-2 സെറ്റ് മുണ്ട് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചെങ്കിൽ അതിൻ്റെ 2-3 പീസസൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഈ 1-2 പീസസൊക്കെ എടുത്ത് വയ്ക്കുന്നതിനാണ് ഒരുപാട് എൻക്വയറീസ് വരുന്നത് കേട്ടോ. ലിമിറ്റഡ് പീസസ് ആയിരിക്കും. അതപ്പോൾ തന്നെ മേ ബി സോൾഡ് ഔട്ട് ആവും. ഒരു ചുരിദാർ മെറ്റീരിയലിൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പറഞ്ഞിട്ടിരുന്നു. ഞാൻ ഒട്ടും പോവില്ല എന്ന് കരുതിയിട്ടൊരു ജസ്റ്റ് ഒരു 3 പീസ് എടുത്ത് വെച്ചതാട്ടോ. സാരിയും കുർത്തയൊക്കെ പോകുമ്പോലെ ഈ ചുരിദാർ മെറ്റീരിയൽ അങ്ങനെ പോവില്ല എന്ന് കരുതി. എൻ്റെ അമ്മ അതിന് വന്ന എൻക്വയറീസ് ഞാൻ അതിശയിച്ചു പോയി. ഇത്രയേറെ ചുരിദാർ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് കരുതി കേട്ടോ. നെക്സ്റ്റ് ടൈം എടുക്കുമ്പോൾ മെറ്റീരിയൽസ് കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാമെന്നാണ് കരുതുന്നത്. എല്ലാത്തിനും അത്യാവശ്യം എനിക്ക് എൻക്വയറീസ് ഉണ്ട്. നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുള്ള സമയം ഞാൻ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യുന്നുമുണ്ട് കേട്ടോ. ഹാപ്പിയാണ്. നമ്മൾ എന്തെങ്കിലും എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നുണ്ട്. യൂട്യൂബ് ചാനലുണ്ടെങ്കിലും ഞാൻ ഇത്രയും എൻഗേജ്ഡ് ആയിരുന്നില്ല കേട്ടോ. കാരണം നമ്മൾ വീഡിയോസ് എടുക്കുന്നു, ഒക്കെ എൻഗേജ്ഡ് ആയിരുന്നെങ്കിലും കുറച്ചേറെ സമയം നമുക്ക് ബാക്കിയുണ്ടായിരുന്നു. വീഡിയോസ് എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു, അത്രയൊക്കെയുള്ള ടൈം ആവശ്യമായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വീഡിയോസ് നമ്മുടെ ഡെയിലി ലൈഫ് വീഡിയോസ് ആയതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തങ്ങ് എടുത്ത് പോകുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വസ്ത്രം വന്നപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആണ്. പിന്നെ ഏട്ടനിപ്പോൾ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു പരിധി വരെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ആകെ പെട്ടുപോയാനെ. ഞാൻ കരുതിയതുപോലേ അല്ല. ബട്ട് ഓഫ് കോഴ്സ് നമുക്ക് ഒരു സ്റ്റാഫിനെ കൂടി വെക്കാം. പക്ഷെ അതിനുള്ളൊരു സെറ്റപ്പൊന്നും ഞാൻ ആയിട്ടില്ല. ആദ്യം നമ്മൾ നമ്മുടെ കാലിലൊന്ന് നിൽക്കട്ടെ, ഒന്ന് സെറ്റിലായ ശേഷം സ്റ്റാഫിനെയൊക്കെ വെച്ച് നല്ല രീതിയിൽ പോവാം. ഞാൻ ഇപ്പോൾ എന്തായാലും കുറേയേറെ പ്രോഡക്റ്റ്സ് നമ്മൾ കുറേ കാശിന് എടുത്തിട്ടുണ്ട്. കോട്ട് സെറ്റ്, സാരീസ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യം നമുക്ക് അറിയില്ലല്ലോ ഏതാണ് മൂവ്മെൻറ്റ് കൂടുതലുള്ളത്, എങ്ങനെ പോവും, ഏത് പാറ്റേൺ ആണ് ഏറ്റവും കൂടുതൽ പോകുന്നതെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അതെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ അടുത്തൊരു റീസ്റ്റോക്കിംഗ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞിട്ടേ അടുത്തത് എടുക്കുന്നുള്ളൂ എന്നുള്ളൊരു പ്ലാനിങ് ആണ്. പക്ഷെ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. ഇത് കഴിയാണ്ട് വീണ്ടും എടുക്കാനുള്ള ഒരു ഇതൊന്നും നമ്മളായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ കുറച്ച് സാരീസൊക്കെ അവൈലബിൾ ആണ്. ആ സാരീസൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ പുതിയ സ്റ്റോക്കെല്ലാം എടുക്കുന്നതായിരിക്കും കേട്ടോ. പറഞ്ഞ് വന്ന് അലമാര ഫിക്സ് ചെയ്തു. കുറച്ചേറെ തുണികളെല്ലാം അതിൽ വെച്ചു. വേദയുടെ തുണികളൊന്നും വച്ചില്ല. എൻ്റെ തുണികളെല്ലാം അടുക്കി പറക്കി വെച്ചപ്പോൾ തന്നെ സമയം 3 മണിയായി. അപ്പോൾ അവർ സ്വൈപ്പിംഗ് മെഷീൻ കൊണ്ടുവന്നു. നമ്മുടെ ആ സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്ന് സ്വൈപ്പിംഗ് മെഷീൻ താഴെ വീണിട്ട് പിന്നെ വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ.
അപ്പോൾ നമുക്ക് വൈകിട്ട് ലുലുവിലൊന്ന് പോകണമായിരുന്നു. അപ്പോൾ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ ലുലുവിൽ വരുമ്പോൾ പേയ്മെൻറ്റ് ചെയ്യാം, മെഷീൻ വർക്ക് ആവുന്നില്ല, അപ്പോൾ ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഗൂഗിൾ പേയിൽ പൈസ ഇല്ല, നമ്മളെല്ലാം ഈ ക്രെഡിറ്റ് കാർഡ് ഉള്ളത് കൊണ്ട് ജീവിച്ച് പോകുന്നവരാണ്. ക്രെഡിറ്റ് കാർഡും കുറച്ച് സ്വർണ്ണം ഉള്ളത് കൊണ്ട് ജീവിച്ച് പോകുന്നതാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡാണ്, അതുകൊണ്ട് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ വരുമ്പോൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ചാലയിൽ ഇറങ്ങി ഗ്രാൻഡ് ഫർണിച്ചറിൽ നമ്മുടെ അലമാരയുടെ പേയ്മെൻ്റ് എല്ലാം കൊടുത്തിട്ട് പോവാണ് കേട്ടോ. ക്രെഡിറ്റ് കാർഡ് ഉള്ളതും ഒരു കണക്കിന് നല്ലതാണ്, ഒരു കണക്കിന് ഏറ്റവും ദോഷമാണ് കേട്ടോ. ക്രെഡിറ്റ് കാർഡ് ഉള്ളത് ഇപ്പം നമ്മുടെ കയ്യിൽ പെട്ടെന്ന് കാശില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ആ കാർഡ് ഉപയോഗിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും സാധിക്കും. ഒരു 1.5 മാസം 2 മാസത്തിനുള്ളിൽ ആ പൈസ തിരിച്ചടച്ചാൽ മതിയല്ലോ. ഇതുണ്ടെങ്കിൽ എന്താണ്, ക്രെഡിറ്റ് കാർഡ് ഇരിക്കുകയില്ല, നമുക്ക് വാങ്ങിക്കാം, ബില്ല് വരുമ്പോൾ അടച്ചാൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് അങ്ങ് വാങ്ങിച്ച് വാരി കുട്ടും കേട്ടോ. ബില്ല് വരുമ്പോഴാണ് എൻ്റെ അമ്മേ ഇത്ര ഈ മാസം ബില്ല് വന്നു എന്നിങ്ങനെ മനസ്സിൽ കരുതുന്നത്. അങ്ങനെ രണ്ടുണ്ട് ഗുണവും ദോഷവും. എനിക്ക് ഒരു കണക്കിന് നല്ലതായിട്ട് തോന്നി, പക്ഷെ ഒരു കണക്കിന് ബില്ല് വരുമ്പോൾ വളരെ മോശമായിട്ടും തോന്നാറുണ്ട്. എവിടെ പോയാലും അതാണ് സംഭവിക്കുന്നത് കേട്ടോ. ഇങ്ങനെ സാധനങ്ങൾ ക്രെഡിറ്റ് കാർഡ് കൊടുത്ത് വാങ്ങിയിട്ട് ബില്ല് വരുമ്പോഴാണ് അയ്യോ ഇത്രയും സാധനങ്ങൾ എന്തിനാ വാങ്ങി എന്നിങ്ങനെ ആലോചിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ക്രെഡിറ്റ് കാർഡ് ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ അലമാര 2 വാങ്ങിയത് കേട്ടോ, അല്ലെങ്കിൽ ഒന്നേ വാങ്ങത്തുള്ളൂ. ഇപ്പം നമ്മുടെ കയ്യിൽ നിന്നാണ് കാശെടുത്ത് കൊടുക്കുന്നതെങ്കിൽ, സത്യം ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ, കയ്യിൽ നിന്ന് കാശ് പോകുമ്പോൾ അക്കൗണ്ടിൽ കിടക്കുന്ന കാശാണ് നമ്മുടെ നിന്ന് പോകുന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊടുക്കുന്നതെങ്കിൽ അയ്യോ ഇപ്പോൾ 10,000 രൂപ കടന്നു, അയ്യോ അതിൽ 1000 രൂപ കുറഞ്ഞില്ലേ എന്നുള്ളൊരു ചിന്തയാണ് മനസ്സിൽ വരുന്നത്. ക്രെഡിറ്റ് കാർഡ് ആകുമ്പോൾ നമ്മുടെ കാശില്ലല്ലോ, വല്ലവരുടെയും കാശില്ലേ, നമുക്ക് ലാവിഷായിട്ട് ഉപയോഗിക്കാം. ബില്ല് വരുമ്പോഴാണ് അയ്യോ നമ്മുടെ കാശല്ലേ കൊടുക്കേണ്ടതെന്ന് ആലോചിക്കുന്നത്. ഞാൻ എൻ്റെ കാര്യം പറയുന്നത് കേട്ടോ, ഇതാണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് അല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു അലമാര വാങ്ങത്തുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ക്രെഡിറ്റ് കാർഡ് ആയതുകൊണ്ടാണ് 2 അലമാര വാങ്ങിയത്. ഇനിയിപ്പോൾ ബില്ല് വരുമ്പോഴാണ് കണ്ണം തള്ളിയിരിക്കുന്നത്, 2 വാങ്ങണ്ടായിരുന്നു, 1 വാങ്ങിയാൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നത്. ഇനിയിപ്പോൾ അതേ ലുലുവിൽ വന്നിട്ടുണ്ട്. ലുലുവിൽ ഇപ്പോൾ മെയിനായിട്ട് വരാൻ കാരണം ഇന്ന് വേദയ്ക്ക് ട്യൂഷനില്ല. കുറേ ദിവസമായി വേദയും കൊണ്ട് ലുലുവിൽ വന്നിട്ട്. അപ്പോൾ വേദയ്ക്ക് ഒരേ ബഹളം, ലുലുവിൽ വരണം. അപ്പോൾ പിന്നെ എന്തായാലും ലുലുവിൽ വരാമെന്ന് കരുതി. അതുപോലെ തന്നെ ഏട്ടൻ അന്ന് ബെനറ്റണിൽ ജീൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അന്ന് ഏട്ടൻ വാങ്ങിയ ജീൻസ് 4,000 സംതിങ് എന്തോ ആയിരുന്നു കേട്ടോ ജീൻസ്. അപ്പോൾ അത് നമ്മൾ തായ്ലൻഡിൽ പോകാനായിട്ട് വാങ്ങിയതാണ്. പോയിട്ട് വന്നതും ആ ജീൻസ് കീറി കൊണ്ട് കാണിച്ചതും അവർ പറഞ്ഞു മെയിൽ അയച്ചിട്ട് വിളിക്കാം, അവർ റീപ്ലേസ് ചെയ്ത് തരും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ബെനറ്റണിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ജീൻസ് റീപ്ലേസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതിൻ്റെ ജീൻസ് റീപ്ലേസ് ചെയ്ത് വാങ്ങാമെന്നും കൂടി കരുതിയിട്ടാണ് ലുലുവിലേക്ക് പോകുന്നത്. ഏട്ടൻ പോരുന്ന വഴിയിൽ നിന്ന് ഒരു ചായ കുടിച്ചു. അപ്പോൾ എനിക്കും വേദയ്ക്കും ചായ വേണമെന്നുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാനും ഏട്ടൻ കൂടെ വഴക്ക് കൂടിയിട്ടാട്ടോ ഇറങ്ങിയത്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഏട്ടൻ വരുന്ന വഴിക്ക് ചായ കുടിക്കാനായിട്ട് നിർത്തി. എന്നിട്ട് എന്നോടും വേദയോടും വേണമെന്ന് ചോദിച്ചു. ഞങ്ങൾ മുഖം തിരിച്ചിങ്ങനെ ഇരുന്ന് കേട്ടോ. എന്നിട്ട് ഏട്ടൻ ബെനറ്റണിൽ കയറി, ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് മുകളിലേക്ക് വന്നു. അപ്പോൾ വേദയ്ക്ക് റൈസ് ആൻഡ് നൂഡിൽസ് തന്നെ വേണം. ഞാൻ പറഞ്ഞു ശരി എങ്കിൽ പിന്നെ വാങ്ങിക്കോ, വല്ലപ്പോഴും കുറേ നാളിന് ശേഷം വരുന്നതല്ലേ, വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അവൾ നൂഡിൽസ്, ഗാർലിക് ചിക്കൻ നൂഡിൽസ് ഓർഡർ ചെയ്തു. അങ്ങനെ സത്യം പറയാമല്ലോ, വീണ്ടും ഇന്ന് മുതൽ ഡയറ്റ് തുടങ്ങി. നമ്മുടെ സെപ്റ്റംബറിൽ ഗീത ചേച്ചിയുടെ മോൻ്റെ കല്യാണമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി ഒന്ന് ഉണങ്ങിയൊക്കെ നിൽക്കാമെന്ന് കരുതി രാവിലെ ഉച്ചയ്ക്കൊക്കെ നമ്മുടെ ഓട്സ് പുട്ടൊക്കെ കേട്ടോ കഴിച്ചത്. ഭയങ്കര ഡയറ്റൊക്കെ ആയിരുന്നു. റൈസ് ആൻഡ് നൂഡിൽസ് വന്നപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ, ലുലുവിൽ വന്നപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ഞാൻ കരുതി ഒരു ചായ കുടിക്കാം. ഒരു ചായ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ ആണെങ്കിൽ വിത്തൗട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല, ഷുഗർ യൂസ് ചെയ്യുന്ന പണിയാണ്, എങ്കിലും കുഴപ്പമില്ല, ഒരു ചായ കുടിക്കാമെന്ന് കരുതിയിട്ട് ചായയിലൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്നു. അവിടെ ചെന്നപ്പോൾ വേണ്ട, അല്ലെങ്കിൽ ചായ കുടിച്ചാൽ ഷുഗർ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ രണ്ട് മനസ്സിൽ സത്യം പറഞ്ഞാൽ എൻ്റെ ഈ മുഖം അതാണ് നിങ്ങൾ കാണുന്നത്. 2 മനസ്സിൽ ഞാൻ ഇരിക്കുകയാണേ. ചായ കുടിച്ചാൽ തീർന്ന് എൻ്റെ ഡയറ്റ് പോയി. ചായ കുടിച്ചാൽ എൻ്റെ മനസ്സിലൊരു തോന്നൽ വരും, ചായ കുടിച്ചില്ല ഇനി നാളെ മുതൽ ഡയറ്റ് ചെയ്യാം എന്ന് കരുതും. അപ്പോൾ നൂഡിൽസും ഞാൻ വേണ്ടാന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ ഒരു കൊതി കേട്ടോ, എന്തോ ഗാർലിക് ചിക്കൻ നൂഡിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് വേദം ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അതെന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് കരുതി വായിൽ വെച്ച് തീർന്നു. എൻ്റെ ഡയറ്റ് ഇവിടെ തീർന്നു. അപ്പോൾ സംഭവം സാധാ ചിക്കൻ നൂഡിൽസ് പോലെ തന്നെ കേട്ടോ. ഇവിടെ 300 റുപ്പീസ് എന്തോ ഈ നൂഡിൽസിന്. ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു. ഇപ്പോൾ ഒരു നോർമൽ കടയിൽ ചെന്നൊരു നോർമൽ ചിക്കൻ നൂഡിൽസ് എങ്ങനെ വാങ്ങിച്ച് കഴിക്കുമോ അതേ സെയിം ടേസ്റ്റ് ആയിരുന്നു. വേദ ഗാർലിക് ചിക്കൻ നൂഡിൽസാണ് ഓർഡർ ചെയ്തത്. ഗാർലിക്കിൻ്റെ പോലും അതിലെങ്ങും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഓയിലിൻ്റെ ഒരു ഇതൊക്കെ മുന്നിട്ട് നിന്ന് കേട്ടോ. കൊള്ളാം, പക്ഷേ ഈ ഗാർലിക് ചിക്കൻ നൂഡിൽസിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. നോർമൽ ചിക്കൻ നൂഡിൽസ് ആയിരുന്നു, 300 രൂപയായിരുന്നു.
അപ്പം ഞാൻ പറഞ്ഞില്ലേ നൂഡിൽസ് എടുത്ത് വായിൽ വെച്ചതും എൻ്റെ ഡയറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണ്, ഇനിയിപ്പോൾ ഒരു ചായ കുടിച്ചേക്കല്ലേ, ഒരു ചായയോടെ കുടിച്ചാലൊന്നും ആകത്തില്ല എന്ന് പറഞ്ഞ് അടുത്തത് ഞാൻ ചായ കുടിക്കാനായിട്ട് പോവുകയാണ്. പിന്നെ നൂഡിൽസ് കുറച്ച് ഇങ്ങനെ കഴിച്ചു കേട്ടോ. അടുത്ത മെയിനായിട്ട് ലുലുവിൽ വന്നപ്പോൾ ഞാൻ ഈ ഡയറ്റ് കട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ട കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴും കുനാഫ കഴിച്ചില്ല കേട്ടോ. അതിൻ്റെ ഒരു നല്ല വിഷമം എനിക്കുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോഴല്ലേ ഇതൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇന്നും കുനാഫ കഴിക്കാണ്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുക കേട്ടോ. എന്തായാലും ഇന്നത്തെ കുനാഫോടെ കഴിച്ചിട്ട് മതി ഡയറ്റ് എന്നുള്ള തീരുമാനത്തിലേക്ക് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് ഗൈസ്. ഒരു കാലത്തും ഞാൻ ഡയറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്ന് തോന്നുന്നു. ദൈവമേ, ഞാനെന്താ ഇങ്ങനെ, ഞാൻ പണ്ട് എന്തോരം ഡയറ്റ് ചെയ്ത് എന്തോരം വെയിറ്റ് കുറച്ച ആളാണ്. ഇതെന്താ ഞാൻ ഡയറ്റ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കാത്തത്? പക്ഷേ ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ട്രെഡ്മിൽ വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, എക്സസൈസ് ഒന്നിനും ഒരു പരിഹാരമില്ല. ആഹാരം നന്നായിട്ട് കുറയ്ക്കാവോ അത്രയും എൻ്റെ ശരീരപ്രകൃതി വെച്ച് നല്ലതാട്ടോ. ഞാൻ ഇന്ന് രാവിലെ എന്താ കഴിച്ചതെന്നറിയോ? മുട്ട കഴിച്ചു, പിന്നെ ഓട്സ് പുട്ടിൻ്റെ പകുതി കഴിച്ചു, ഉച്ചയ്ക്ക് ഓട്സ് പുട്ടും മീൻകറിയും കഴിച്ചു. ഇത്ര തന്നെയാണ് എൻ്റെ ആഹാരം ഇന്നത്തേന്ന് പറയുന്നത്. അതെ, ഇവിടെ വന്ന് ഈ നൂഡിൽസിൻ്റെ കുറച്ചും കഴിച്ചു. ഇവിടെ വന്ന് ചായയിൽ വന്ന് അവിടെ ഹോർലിക്സ്, ചോക്ലേറ്റ് ഹോർലിക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ ഹോർലിക്സ് കുടിച്ചോളാനൊരു കൊതിയായിട്ട് ഒരു ഹോർലിക്സും കഴിച്ചു. ഇത്ര തന്നെ കഴിച്ചത്. എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. നാളെ നോക്കുമ്പോൾ 1 കിലോ കൂടുതലായിരിക്കും. ആ ഓട്സ് പുട്ടിൽ അങ്ങ് നിർത്തിയിരുന്നെങ്കിൽ നിന്നതായിരുന്നു കേട്ടോ. ലുലുവിൽ വന്നതാണ് എല്ലാ താളവും തെറ്റിയത്. പിന്നെ ലുലുവിൽ നിന്ന് കുറച്ച് കുനാഫയൊക്കെ വാങ്ങിച്ചു. ആ കുനാഫയും ഞാൻ കഴിച്ചു കേട്ടോ. എന്തായാലും എനിക്കറിയാം നൂഡിൽസും ചായയും കുടിച്ചതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായതുകൊണ്ട് എന്തായാലും കുനാഫയും കൂടി കഴിച്ചിട്ട് ഡയറ്റ് തുടങ്ങാമെന്ന് കരുതി അങ്ങനെ കുനാഫയും വാങ്ങിയായിരുന്നേ. ഇത് ഹോർലിക്സ്, ചോക്ലേറ്റ് ഹോർലിക്സ് ബൂസ്റ്റ്, എന്താ ഹോർലിക്സ് ചോക്ലേറ്റ് ആണ് കേട്ടോ. ഹോർലിക്സ് അത്രയും പറഞ്ഞാൽ മതിയല്ലോ, ചോക്ലേറ്റ് ഹോർലിക്സ്. യെസ്. അപ്പോൾ ഞാൻ ആദ്യം അവിടെ ഉണ്ടെങ്കിൽ ഭീകര തിരക്കാണ് കേട്ടോ, എപ്പം നോക്കിയാലും ചായയിൽ. അപ്പോൾ ഞാൻ ആക്ച്വലി ചായ കുടിക്കാൻ പോയതാണ്. അപ്പോൾ ഈ ഹോർലിക്സ് ഉണ്ടപ്പോൾ എനിക്ക് എന്താ കുടിക്കാനായിട്ട് തോന്നി. ആദ്യം ഹോർലിക്സ് പറഞ്ഞപ്പോൾ, ചോക്ലേറ്റ് ഹോർലിക്സ് പറഞ്ഞ് ബില്ലും ചെയ്തപ്പോൾ ആ പുള്ളി എടുത്ത് തന്നത് സാധാ ഹോർലിക്സ്. എനിക്ക് സാധാ ഹോർലിക്സ് കാണുമ്പോഴേ ദേഷ്യം വരും കേട്ടോ. പിന്നെ പുള്ളിയുടെയും പറഞ്ഞു ഇതല്ലല്ലോ ചോക്ലേറ്റ് ഹോർലിക്സ് അല്ലേ പറഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ അത് മാറ്റിയിട്ട് വീണ്ടും ചോക്ലേറ്റ് ഹോർലിക്സ്. എത്ര സമയം പോയെന്നറിയോ? അതാണെങ്കിൽ അവർ തിളച്ചുകൊണ്ടിരുന്ന പാലിനെ വീണ്ടും ഒന്നുകൂടെ എടുത്ത് ഇൻഡക്ഷനിൽ വെച്ചിട്ട് അതിൽ ഈ ഹോർലിക്സ് വിട്ടിട്ട് വീണ്ടും ഒന്നുകൂടെ തിളപ്പിച്ച് തന്നു കേട്ടോ. അതാണെങ്കിൽ വായിൽ വെക്കാൻ പറ്റാത്ത ചൂട്. പിന്നെ വേദ പോയി ഒരു കപ്പൂടെ വാങ്ങിയിട്ട് വന്ന് ഒഴിച്ചൊഴിച്ച് ഊതിയാറ്റിയൊക്കെ കുടിച്ചു. വേദയും കുറച്ച് കുടിച്ചായിരുന്നു കേട്ടോ. കൊള്ളായിരുന്നു, പക്ഷെ നല്ല ഹോർലിക്സ് ആയിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ഹോർലിക്സ് കുടിക്കാത്ത ആളാണ്. ഞാനും വേദയും ചീമയൊക്കെ ആയാലും ബൂസ്റ്റിൻ്റെ ആളാണ്. ഞങ്ങൾ ഹോർലിക്സിനോട് അധികം താല്പര്യം കാണിക്കാത്തവരാണ്. പക്ഷേ നൈസ് ആയിരുന്നു കേട്ടോ ഹോർലിക്സ്. ഒരു ബൂസ്റ്റിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. ബൂസ്റ്റാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ബൂസ്റ്റ് കുറേയേറെ ഇട്ട് കലക്കി പാലിലൂടെ കുടിക്കണം. എന്താ ടേസ്റ്റ് എന്നറിയോ? കുറച്ച് ബൂസ്റ്റൊന്നും ഇട്ടാൽ ആ ടേസ്റ്റ് കിട്ടത്തില്ല. നല്ല ബൂസ്റ്റ് ഇട്ട് പാൽ കുടിക്കണം. വേദ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ ഇഷ്ടം പോലെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെയും വൈകിട്ടും ചായ ഒന്നും കുടിക്കത്തില്ല. ഈ ബൂസ്റ്റായിരുന്നു നിറയെ കുടിച്ചിട്ടുണ്ട്. നിറയെ വെറും പാലിൽ അമ്മ കള്ളിക്കാടമ്മ ഇതെല്ലാം മിക്സ് ചെയ്ത് തരുമായിരുന്നു കേട്ടോ. എന്താ ടേസ്റ്റ് എന്നറിയോ? ഇപ്പം അത്ര വലിയ രുചിയൊന്നും എനിക്ക് അതിനോട് തോന്നുന്നില്ല. അന്ന് ഭയങ്കര ഇഷ്ടത്തോടെ ആകെ കുടിച്ചിരുന്ന സാധനം അതാ കേട്ടോ. ഓക്കെ, നമ്മൾ അപ്പോൾ ഏട്ടൻ പെനറ്റിൽ കയറി പാൻസൊക്കെ വാങ്ങി ഞങ്ങളുടെ ഫുഡ് കോർട്ടിൽ വന്നു. വേദന നൂഡിൽസ് കഴിച്ചു, ഞാൻ ഹോർലിക്സ് കുടിച്ചു. ഇനി അടുത്ത് നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറുകയാണ്. എൻ്റെ പൈസയുടെ കാര്യത്തിൽ തീരുമാനമായി. ഹൈപ്പർ മാർക്കറ്റിൽ കയറുന്നതിൻ്റെ കാശ് ഏട്ടൻ തരത്തില്ല കേട്ടോ. കാരണം ഞാൻ ഇവിടെ നിന്ന് ചവറ് സാധനങ്ങളാണ് വാങ്ങുന്നത്. ഒരു സാധനം ആവശ്യമുള്ളത് വാങ്ങത്തില്ല എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ഇതിനുള്ള കാശ് തരത്തില്ല കേട്ടോ. ഇതിൻ്റെ പൈസ ഞാൻ തന്നെ കൊടുക്കണം. അല്ലെങ്കിലും സാധാരണഗതിയിൽ ഇവിടെയൊക്കെ വന്നാൽ ഏട്ടൻ ഈ ഏരിയയിലെങ്കിലും കാണത്തില്ല. ഇന്നിപ്പോൾ വഴക്ക് കൂടിയിരിക്കുന്നതുണ്ടാവും. ബെനറ്റിന് ഇന്ന് പാൻസ് എല്ലാം വാങ്ങിയിട്ട് നേരെ നമ്മുടെ അടുത്ത് വന്നിരുന്നു കേട്ടോ. വഴക്കാണെങ്കിലും വീഡിയോസൊക്കെ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ എന്തോ എടുത്ത് തന്നു. നമ്മളങ്ങനെ വഴക്ക് കൂടി പിണങ്ങി അങ്ങനെ ഇരിപ്പൊന്നുമില്ല കേട്ടോ. ഞാൻ ഭയങ്കര ജാടിയൊക്കെ ആയിരിക്കും വഴക്ക് കൂടിയാൽ. ഏട്ടൻ വഴക്ക് കൂടുന്ന സമയത്തുണ്ടാവും, ഞാനും വഴക്ക് കൂടുന്ന സമയത്ത് ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷേ എങ്കിലും കുറച്ച് ജാടായിട്ടൊക്കെ കുറച്ച് സമയം നിൽക്കും. എങ്കിലും അങ്ങനെ ഭീകര പണക്കായിട്ടൊന്നും നിൽക്കില്ല കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ആവും. ഇന്നിപ്പോൾ വഴക്കൂടി എന്തിനാന്ന് വെച്ചാൽ വേദ 2:45 2:30 ആയപ്പോൾ വന്നു. ഏട്ടൻ പറഞ്ഞു 3:30 ആകുമ്പോൾ പോകാമെന്ന്. ഞാൻ പറഞ്ഞു 4 മണിക്കേ ഞാൻ റെഡി ആവുള്ളൂ എന്ന്. അത്രയേ ഉള്ളൂ കേട്ടോ പ്രശ്നം. എന്നിട്ട് ഞാൻ 3:30 ആയപ്പോൾ റെഡി ആയിരുന്നപ്പോൾ ഈ അച്ഛനും മോളും കൂടെ കിടന്ന് ഉറങ്ങിയിട്ട് 4 മണിക്കാണ് എണീറ്റ് വന്നത്. ദേഷ്യം വരൂ ഇല്ലേ? അപ്പോൾ എൻ്റെ ഭാഗത്തില്ലേ ശരി, അതുകൊണ്ട് ഞാൻ അങ്ങ് പിണങ്ങി, വഴക്കുണ്ടാക്കി. ഇത്രയൊക്കെയുള്ള കാര്യം. ഇതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതിയല്ലോ നമുക്ക് വഴക്കുണ്ടാക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ലുലുവിൽ കയറി എന്തൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങി. ഞാൻ മില്ലറ്റ്സിലൊക്കെ കിടന്ന് കറങ്ങുക കേട്ടോ. മില്ലറ്റ്സ്, റാഗി കുക്കി,
ഇനി മുതൽ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഷാപ്പാടുകൾ അടിക്കാമെന്ന് കരുതിയിട്ടൊക്കെയാണ്. പിന്നെ മട്ടൺ വാങ്ങിച്ചേട്ടോ, കഴിഞ്ഞതിന് ഇവിടെ നിന്ന് വാങ്ങി. കഴിഞ്ഞ പ്രാവശ്യമില്ല, നമ്മൾ ഇവിടെ നിന്ന് എപ്പോൾ മട്ടൺ വാങ്ങിയായിരുന്നു, നല്ല മട്ടനാണ് കേട്ടോ. ഇവിടുത്തെ മട്ടൺ കൊള്ളില്ല, ചെമ്മരിയാടിൻ്റെ മട്ടനാണെന്നൊക്കെയാണ് ചിലരൊക്കെ പറയുന്നത്. എങ്കിലും ചെമ്മരിയാടിൻ്റെ ആണെങ്കിലും ഏതാടിൻ്റെ ആണെങ്കിലും ഇവിടുത്തെ മട്ടൺ എനിക്കിഷ്ടമാണ്. നമ്മളെപ്പോഴും വാങ്ങിയാലും നെട്ടയത്തൊക്കെ വാങ്ങുമ്പോഴും എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നാറുണ്ട്. കഴിഞ്ഞതിന് വാങ്ങിച്ചപ്പോൾ ഏട്ടൻ ഇവിടുന്ന് വാങ്ങാനേ സമ്മതിക്കത്തില്ലായിരുന്നു കേട്ടോ. ഇവിടെ 769 രൂപയുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ 1000 രൂപയായിട്ടോ മട്ടൺ. ലുലുവിൽ കുറച്ച് റേറ്റ് കുറവാണ്. ചിലപ്പോൾ ഒരു ബൾക്കായിട്ടൊക്കെ കൊടുക്കുന്നതുണ്ടാവാം. അവർക്ക് സ്വന്തമായിട്ട് ഫാമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്, എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാവാം ഈ റേറ്റിന് കൊടുക്കുന്നത്. പിന്നെ ഓസ്ട്രേലിയനാ അമേരിക്കൻ മട്ടനോ ഒക്കെ ഉണ്ടായിരുന്നു, അത് വാങ്ങിയില്ല. നമ്മുടെ കേരള മട്ടൺ തന്നെയാണ് നമ്മൾ വാങ്ങിയത്. പക്ഷെ അത് നല്ല മട്ടനാണ്, ഞങ്ങൾക്ക് കഴിച്ചിട്ട് നല്ലതായിരുന്നു. ഏട്ടൻ വാങ്ങാൻ സമ്മതിക്കില്ല. പക്ഷെ കഴിഞ്ഞതിന് ഞാൻ വാങ്ങിച്ചിട്ട് വെച്ച് കൊടുത്തപ്പോൾ എന്തോ ഏട്ടൻ കഴിച്ചിട്ട് കൊള്ളാമെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യം വാങ്ങിയപ്പോൾ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ കുറച്ച് മട്ടൻ വാങ്ങി, കുറച്ച് വാങ്ങിയുള്ളൂ, ഒരു സമയത്തേക്ക് വേണ്ടി മാത്രം കേട്ടോ. പിന്നീട് അത് അവിടെ ഇരുന്ന് കഴിക്കത്തില്ല, ഏട്ടൻ കഴിക്കത്തില്ല. പിറ്റേ ദിവസം ആയാൽ ഞാൻ എപ്പോഴും പറയും, എന്തെങ്കിലും വാങ്ങിയാൽ ഞാൻ അപ്പോഴും ചൂടോടെ നന്നായിട്ട് കഴിക്കും. പിന്നെ ഇവരെല്ലാം വേണ്ടാതെ കളഞ്ഞിട്ട് പോകുമ്പോഴായിരിക്കും ഞാൻ കഴിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് 1 കിലോ മട്ടൻ മാത്രമേ വാങ്ങിയുള്ളൂ. പിന്നെ ദേ ഇങ്ങനെ കുറച്ച് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ, ചോക്ലേറ്റ്സ്, ഐസ്ക്രീംസ്, കേക്ക്സ്, ഐസ്ക്രീം അല്ല കേക്ക്സ്. വേദയ്ക്ക് ഇവിടുത്തെ ബ്രെഡ് ഭയങ്കര ഇഷ്ടമാണ്. ബ്രെഡ്, പിന്നെ എന്താ മൾട്ടിഗ്രെയിൻ ബ്രെഡ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണ് കേട്ടോ. പിന്നെ ഉറപ്പായിട്ടും എൻ്റെ കുനാഫ വാങ്ങിക്കണം. കുനാഫയുടെ അവിടെ ഭയങ്കര തിരക്ക് കേട്ടോ, ഭീകര തിരക്ക്. എന്തായാലും ഞാൻ കുനാഫ വാങ്ങി. പിന്നെ വേദയ്ക്ക് എന്തോ ക്രീം ബണ്ണ് വേണമെന്ന് പറഞ്ഞ് ക്രീം ബണ്ണ് വാങ്ങി. പിന്നെ കുറച്ച് കുക്കീസൊക്കെ വാങ്ങി. ഞാൻ എപ്പോൾ കുക്കീസ് വാങ്ങിയാലും വീട്ടിലത്തേക്കൂടെ വാങ്ങും. ഇപ്പോൾ ആൽമണ്ട് കുക്കീസ് ഇരുന്നു, അതാണ് നല്ലത് കേട്ടോ. ആൽമണ്ട് കുക്കീസ്, യെസ് അത് തന്നെയാണ്, ആൽമണ്ടിൻ്റെ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയപ്പോൾ അത് കൊള്ളത്തില്ലായിരുന്നു. ഇപ്രാവശ്യം നല്ല വേറൊരു സാധനമായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത്. ഇപ്പം നമ്മൾ പഴയ വാങ്ങുന്ന സാധനം വേറൊരു സൈഡിൽ ഇരുന്നു, അത് കണ്ടില്ലായിരുന്നു, ഇന്നാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ കുക്കീസൊക്കെ വാങ്ങിയത്, കുബൂസൊക്കെ ലൈവായിട്ട് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ലുലു തുടങ്ങിയ സമയത്ത് ഇവിടെ വരുമ്പോഴേ ഈ കുബൂസ് ഇങ്ങനെ ഉണ്ടാക്കുന്ന കാണുമ്പോൾ എന്ത് കൗതുകത്തോടെ നോക്കി നിന്നിട്ടുണ്ടെന്നറിയോ. നമ്മുടെ അവിടെ ലുലു ആദ്യമായിട്ടല്ലേ, അപ്പോൾ അത് കാണുമ്പോൾ ഒരു ഭയങ്കര കൗതുകത്തോടെ നമ്മളും അവിടെ ഇങ്ങനെ തിരക്കാണ്, അത് കാണാൻ വേണ്ടി മാത്രം തിരക്കും. നമ്മൾ വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ട്, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇപ്രാവശ്യം ഒന്നും വാങ്ങിയില്ല. അത് സാധാ കുബൂസല്ല, വേറൊരു ടൈപ്പ് കുബൂസാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി. ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ സാധനമൊക്കെ വാങ്ങി. ഗ്രീൻ ടീ ഒക്കെ വലിയ പാക്കറ്റ് ഇവിടെ കിട്ടും കേട്ടോ, അതൊക്കെ വാങ്ങിയായിരുന്നു. എന്നിട്ട് നേരെ ദേ വീട്ടിലേക്ക് പോവുകയാണ്. എന്തായാലും ലുലുവിലെ ഷോപ്പിംഗ് കഴിഞ്ഞു. വേദയും കൊണ്ട് കുറേ ദിവസത്തിന് ശേഷമാണ് വന്നത്. അപ്പോൾ വേദയും ഹാപ്പി. വേദയ്ക്ക് ഇന്ന് ട്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ വേദ എന്നും എൻഗേജ്ഡ് ആണ്. ഇന്ന് ഭാഗ്യത്തിന് ട്യൂഷൻ ഉണ്ടായിരുന്നില്ല. കുറേ ദിവസം കൊണ്ട് വരണമെന്ന് പറഞ്ഞ് നിന്നിട്ട് വേദയുടെ ഒറ്റ ട്യൂഷൻ്റെ കാര്യമാണ്. പിന്നെ സാറ്റർഡേ സൺഡേ ഉണ്ട്. സാറ്റർഡേ സൺഡേ ഇങ്ങോട്ട് ദർശിക്കാൻ നോക്കണ്ട, ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നില്ല. അപ്പോഴാണ് ഇന്നാണ് സമയം കിട്ടിയത്. അങ്ങനെ ലുലുവിലൊക്കെ പോയിട്ട് വന്ന് എൻ്റെ അലമാര ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ തുണികൾ വാരി വെച്ചിട്ടുണ്ട്. 2 അലമാര ഉണ്ട് കേട്ടോ നമ്മുടെ ഈ റൂമിൽ. അപ്പോൾ കുറച്ച് പഴയ തുണികളെല്ലാം അതിലും, കുറച്ച് അത്യാവശ്യം വേണ്ട നല്ല തുണികളെല്ലാം ഇതിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ ഇനിയും ഇതിൽ റോള് ബാക്കിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, എന്തായാലും ഇനിയും തുണികളൊക്കെ വാങ്ങുമല്ലോ, അപ്പോൾ വയ്ക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ തന്നെ റോളെല്ലാം വെച്ചിട്ടുണ്ട്. എന്തായാലും അലമാര വാങ്ങിയതുകൊണ്ട് തുണികളെല്ലാം ഒതുങ്ങിയിരിപ്പുണ്ട്. മടക്കിയപ്പോൾ തുണികളൊന്നുമില്ല കേട്ടോ, അല്ലെങ്കിൽ ഇത് ഈ ഒരു അലമാരയ്ക്കകത്തേക്ക് കുത്തി നിറച്ച് വെച്ചുകൊണ്ടിരുന്നതാണ്. എൻ്റെ ഏട്ടൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പഴയ തുണികളെല്ലാം, വീട്ടിലിടുന്ന ടൈപ്പ് തുണികളും എല്ലാം ഇരിപ്പുണ്ട്. വേദയുടെ റൂമിൻ്റെ അലമാര ഫിക്സ് ചെയ്തിട്ടുണ്ട്. ടെടിയെല്ലാം വാരി അലമാരയുടെ മുകളിൽ വെച്ചു. അതിനെ എവിടെ വയ്ക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ വയ്ക്കാനും ഒരു സ്പേസായി. വേദയുടെ തുണികളൊന്നും മടക്കി വെച്ചിട്ടില്ല. ഇനി ആ മടക്കി വെക്കലെല്ലാം നാളെയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ കഴിയുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ, ബൈ ബൈ.